ആരവിടെ ഇടതുപക്ഷം? പിണറായി വിജയനാണോ? CPM ആണോ ഇടതുപക്ഷം? കംപ്ലീറ്റ് വലതുപക്ഷവൽക്കരിക്കേണ്ട പാർട്ടിയല്ലേ എല്ലാത്തിലും. ഏതിലവിടെ ഇടതുപക്ഷമുള്ള ഏത് കാര്യത്തിൽ അവർ ഇടതുപക്ഷം നിലപാടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ വെറുതെ ഇടത് വലുതെന്ന് പറഞ്ഞ പേരെഴുതി ഒട്ടിച്ചിട്ട് കാര്യം. കോൺഗ്രസിന്റെ പ്യൂരിറ്റിയെ ഞാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. എൻ്റെ ജീവിതകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം മുഴുവൻ കോൺഗ്രസിനെതിരായിരുന്നു. ഞാൻ ഇടതുപക്ഷം നിൽക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്താണ്. ഈ പ്ലാച്ചിമട അടക്കമുള്ള എല്ലാ സമരങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി വന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അതേപോലെ തന്നെ അവരിപ്പോൾ UDF സപ്പോർട്ട് ചെയ്യണു. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയല്ല, അവർക്ക് എതിരുമല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇവിടെ മിനി സ്കൂൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. കേരളത്തിൽ അത് സ്പീഡുള്ള റെയിൽ വരുന്നതിന് എനിക്കൊരു വിരോധമില്ല. അതെങ്ങനെ വരണം? അത് താങ്ങാൻ പറ്റുന്നതാണോ? നിലനിൽക്കുന്നതാണോ? പാരിസ്ഥിതികമായി നിലനിൽക്കുന്നതാണോ? മറ്റെന്ത് പരിസ്ഥിതി പ്രവർത്തനം? ജൂൺ 5 മരം നടല്ലോ. എനിക്കിഷ്ടമല്ലാത്ത കാര്യം അത്. ജൂൺ 5 മരം നട്ടിട്ടൊരു കാര്യമില്ല. എല്ലാ വർഷവും ഒരു കുഴിയിലെ ജൂൺ 5 മരം നടന്നു. മനസ്സിലായി? വാളയാർ സമരത്തിൽ അച്ഛനെ അമ്മയും കൊണ്ടു നിർത്തിയത് ഞാനല്ല, അത് പുന്നല ശ്രീകുമാർ എന്ന് പറയുന്ന KPMSന്റെ നേതാവാണ്. അദ്ദേഹം കൊണ്ടുപോയി കാല് പിടിപ്പിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ കുട്ടികളെ പീഡിപ്പിച്ചതും കൊന്നതും അച്ഛനും അമ്മയല്ല. നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ CPM-നൊരു വലതുപക്ഷ വ്യതിയാനം സംഭവിക്കുന്നു, അല്ലെങ്കിൽ CPM-നൊരു വിപ്ലവം തീരെ പോരാ എന്നുള്ള അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമി ലീഗുമൊക്കെ ഉൾപ്പെടുന്ന കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം അവിടെ നിൽക്കുമ്പോൾ കോൺഗ്രസിന് അത്രയും പ്യൂരിറ്റി ഉണ്ട് എന്നാണോ? കോൺഗ്രസിന്റെ പ്യൂരിറ്റിയെ ഞാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. എൻ്റെ ജീവിതകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം മുഴുവൻ കോൺഗ്രസിനെതിരായിരുന്നു. എപ്പോൾ വരെ? 2014 വരെ. അതിന് കാരണം കോൺഗ്രസ് ഇപ്പം മൻമോഹൻ സിംഗിൻ്റെ നയങ്ങൾക്കെതിരായി, ആഗോളവൽക്കരണത്തിനെതിരെ ഒക്കെ നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കൂടെയുണ്ട്, അതിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2014 ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൽ മാറിയെന്ന്, കേരളത്തിലുള്ള ആൾക്ക് വെളിച്ചം വന്നിട്ടില്ല, മാറിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP RSSന്റെ ഉദയം ഇനി പഴയ പോലെ ഒരു ലിബറൽ രാഷ്ട്രീയം പോലും ഇന്ത്യയിൽ സാധ്യമല്ലാതാക്കിയിരിക്കുന്നു. ഒരു ലിബറൽ ജനാധിപത്യമെങ്കിലും ഇന്ത്യയിൽ വേണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് തളരരുത്, തകരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അവരുടെ വികസന നയങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്തോളുന്നില്ല. അവരുടെ വികസന നയങ്ങളല്ല. ഇന്നിപ്പോൾ കോൺഗ്രസിന് ഇന്ത്യയിൽ ഒരു ഞാരെങ്ങനെ നിഷേധിച്ചാലും ഇപ്പോഴും പാർലമെന്റിൽ 100 സീറ്റുള്ള പാർട്ടി കോൺഗ്രസ്സാണ്. CPM-ന് 4 സീറ്റാണ് ഉള്ളത്. ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ ഏതെങ്കിലും കാലത്ത് ഇടതുപക്ഷത്തിനൊരു വലിയ രാഷ്ട്രീയ ശക്തിയാവാമെന്ന് അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല. ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ സീറ്റ് ഉണ്ടായിരുന്ന ഒരു കാലം, ആന്ധ്രയിലൊക്കെ ഉണ്ടായിരുന്നു. അത് പോയി. ഇന്നിപ്പോൾ അതുകൊണ്ടാണ്, ഇടതുപക്ഷ വിരുദ്ധമായതുകൊണ്ടല്ല, കോൺഗ്രസിന് എന്തെങ്കിലും. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം, ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടു കൂടിയല്ലേ നിന്ന്. ഞാൻ ഇടതുപക്ഷം നിൽക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്താണ്. ഈ പ്ലാച്ചിമട അടക്കമുള്ള എല്ലാ സമരങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി വന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അതേപോലെ തന്നെ അവരിപ്പോൾ UDF സപ്പോർട്ട് ചെയ്യണു. അതിലിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള എൻ്റെ ഒരു വിഷയമല്ല. കാരണം ഇന്ന് ശരി, യഥാർത്ഥത്തിൽ അതിന് വേറെ പ്രശ്നവും കൂടിയുണ്ട്. ഇപ്പം മുസ്ലിം ലീഗ് എപ്പോഴാണ് CPM-നൊരു മോശം കക്ഷിയായത്? അല്ലല്ലോ. CPM പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന് മുസ്ലിം ലീഗ് എന്നല്ല, എല്ലാ മതേതര കക്ഷികളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ്. അല്ലെങ്കിൽ ഇന്ത്യയാണ് ഇല്ലാതാവുമ്പോൾ മതമാണെന്ന് പറഞ്ഞ CM ഷാജിയുടെ വാക്കുകൾ നമ്മൾ മറന്നുപോകും. മതമാണെന്ന് പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് തന്നെ വേറെ. ഞാനത് കേട്ടതാ, മുഴുവൻ വീഡിയോ കേട്ടതാ. CPM മതമല്ല പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ മതവും പ്രശ്നം തന്നെയാണ് എന്ന് പറഞ്ഞ ആളാണ്. അല്ലാതെ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതുപോട്ടെ, KM ഷാജിയെ കുറിച്ചും ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ലീഗിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആൾ KM ഷാജിയാണ്. എനിക്കറിയാം, ഞങ്ങൾ തമ്മിൽ തർക്കിച്ചിട്ടുണ്ട്. എന്റെ വാദം നിലപാട് എന്താ? ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയല്ല, അവർക്ക് എതിരുമല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇവിടെ മിനി സ്കൂൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. വളരെ 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 ഇപ്പം ലീഗ് പോലുമല്ല, ഏറ്റവും ചെറിയ പാർട്ടിയുടെ അത്ര പോലും ജമാഅത്തെ ഇസ്ലാമി ഇല്ല. ഞാനതിൽ വിചാരിക്കുന്ന ആളാണ്. മാത്രമല്ല, ഒരു സമരത്തിൽ വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നല്ല എല്ലാവരും വരും, BJP വരും, CPM വരും. ഇവരൊക്കെ ഒന്നിച്ചിരുന്നുണ്ടെന്ന്. എത്രയോ സമരങ്ങളിൽ ഇവരൊക്കെ ഒന്നിച്ചിരുന്നുണ്ട്. 2010 വരെ, എനിക്ക് തോന്നുന്നു 11 വരെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്തതാണ്. എനിക്ക് നല്ലൊരു ഓർമ്മ സംഭവം ഞാൻ പറയാം. ഇവിടെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KV തോമസ് ഇവിടെ മത്സരിക്കുന്നു, സിന്ധു ജോയി എതിരായി മത്സരിക്കുന്നു. ആ ഘട്ടത്തിൽ അന്ന് KV തോമസിനെതിരായി വലിയൊരു ആരോപണം വരുന്നത് അദ്ദേഹം ഈ ഫ്രഞ്ച് ചാരനാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണമാണ്. അന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, മൂലംപള്ളിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട മേരി ഫ്രാൻസിസ് എന്ന്. അത് ഒരു പ്രതിരോധ സംഗതിയാണ്, സൂചകമായൊരു സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ, അന്നത്തെ സർക്കാർ, ഏത് സർക്കാരായാലും അടിച്ചിറക്കപ്പെട്ട മൂലംപള്ളിയിലെ 316 കുടുംബങ്ങൾ, അതിൽ ഇന്ന് 250 കുടുംബങ്ങൾ ഇപ്പോഴും പുറത്താട്ടോ.
നമ്മൾ ഈ വയനാട്ടിലെ പുനരധിവാസമൊക്കെ പറയുമ്പോൾ അത് പ്രകൃതി ദുരന്ത. മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആളുകളുണ്ട് 250 കുടുംബത്തിൽ കൂടെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞാൽ മീറ്റിങ്ങിനെ പോണേ. ഞാൻ പറഞ്ഞത് ആ സ്ഥാനാർത്ഥിയെ നമ്മൾ നിർത്തുന്നു. അത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അല്ല, അവരെല്ലാവരും പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്തവരാ. എന്നുവെച്ചാൽ UDF ഉം LDF ഉം ആ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്തവരാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. ആ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ സോളിഡാരിറ്റി ഒക്കെ സമരത്തിൽ നിന്ന് ഇവരില്ല, വെൽഫെയർ ഇല്ല, സോളിഡാരിറ്റി ആ സമരത്തിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സമരത്തിൽ സോളിഡാരിറ്റി ഒരു മീറ്റിങ്ങിന് എന്നെ വിളിക്കുന്നു, ഒരു സെമിനാറിന് വിളിക്കുമ്പോൾ ഞാൻ ചെല്ലുന്നു. ഇടതുപക്ഷം എല്ലാവരും ഉണ്ട്. ആ സെമിനാറിൽ ഞാൻ പറയുന്നു സോളിഡാരിറ്റിയുടെ പ്രവർത്തകരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ജനകീയ സമരത്തിനൊപ്പം നിൽക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ മേരി ഫ്രാൻസിസിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ, ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണെന്ന് തോന്നുന്നു, അന്ന് സോളിഡാരിറ്റിയുടെ ഇതാണ്, അദ്ദേഹം പറയുന്നു നടക്കില്ല സിയാറെ. പബ്ലിക്കായിട്ട് ഞങ്ങൾ സംവാദം, ഞങ്ങളിവിടെ സിന്ധു ജോയിയെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എറണാകുളം മണ്ഡലത്തിൽ ഞങ്ങൾ സിന്ധു ജോയിയാണ് സപ്പോർട്ട് ചെയ്യണേ, ജമാഅത്തെ ഇസ്ലാമി. ഞാൻ പറഞ്ഞു നിങ്ങളൊരു സമരത്തിൽ നിൽക്കുകയല്ലേ, ഈ സമരത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കും, പക്ഷേ വോട്ട് LDFനാണ്. ദേശാഭിമാനിയുടെ മുഖപ്രസംഗം കാണിച്ചു തരുന്നു, പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരുന്നു, MA ബേബിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ട്, പറയാൻ പറ്റില്ല. ഈ കേരളത്തിന് പുറത്ത് കിടന്ന ജമാഅത്തെ ഇസ്ലാമി ഇവരുടെ കൂടെയാണ്. ഈ മുസ്ലിം ലീഗ്, തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗായിട്ട് സഖ്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കണേ. വിശാല മുന്നണിയിൽ മുസ്ലിം ലീഗും ഉണ്ട്, DMK ഉണ്ട്, CPI ഉണ്ട്, CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അതാ രാഷ്ട്രീയം. ഞാൻ അതിനെ കാണുകയല്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി എന്തോ ഒരു പ്രശ്നം, അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയില്ല അതിൻ്റെ കാര്യം. ഞാൻ കാണുന്നത് ഇപ്പോൾ ഒരു BJP വിരുദ്ധ മുന്നണിയിൽ ഇവരാരും വന്നാലും തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അക്രമത്തിന് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല, ഒരാളുടെ അക്രമത്തിന്, ഭീകരവാദത്തിനും അക്രമത്തിനും. അപ്പോൾ SDP-ക്കാരെ ഞാൻ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ കായികമായ ആളുകളെ കൈകാര്യം ചെയ്യുന്നുണ്ട്, അതിന് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അപ്പോൾ RSS ചെയ്താലും പറ്റില്ല, CPM ചെയ്താലും പറ്റില്ല, കോൺഗ്രസ് ചെയ്താലും പറ്റില്ല. കാരണം ജനാധിപത്യമാണ്. CPM-ൻ്റെ ഒരു പ്രശ്നം സംവാദാത്മകത ഒട്ടുമില്ല എന്നുള്ളതാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതാണിപ്പോൾ CPM-ൽ കാണുന്ന പ്രശ്നം. ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, അതിൻ്റെ ഘടന ജനാധിപത്യപരമായിരിക്കണം. പഴയ ലെനിനിസ്റ്റ് ഘടനയൊന്നും ഇന്ന് നടക്കൂല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവുന്നത്. മോളിൽ നിന്നൊരു നേതാവ് പറഞ്ഞാൽ ബാക്കി താഴെയുള്ള ആളുകളൊക്കെ മിണ്ടാതിരുന്ന് ബ്രാഞ്ച് മുതൽ പോളിറ്റ് ബ്യൂറോ വരെ ഒരേപോലെ. അതിൽ തന്നെ CR പറയുന്നതിന് ഒരു CPM ഇങ്ങനെ ആയിരിക്കണം എന്ന് CR പറഞ്ഞു വെക്കുന്നതും മാറ്റങ്ങൾ ഉണ്ടാവരുതെന്ന് പറയുന്നതും തമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാവരുന്നല്ല പറഞ്ഞേ. ജനാധിപത്യ അവിടെയല്ലേ പ്രശ്നം. ഇപ്പൊ ജനാധിപത്യപരമാണ് പാർട്ടി നോക്കിയാൽ പാർട്ടി ഒരു നേതാവിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അണികളത് ആവശ്യപ്പെടുമല്ലോ. ഇപ്പോൾ ഒരു താരത്തിനൊരു ജനകീയ സമരം വന്നു, സമരം വരുമ്പോൾ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ജനങ്ങൾ അവിടെ പറയുന്നു. അപ്പം എന്ത് ചെയ്യും? ഇപ്പോൾ AKGയുടെ ഒക്കെ അതാണ് ഞാൻ പറഞ്ഞത് സമരത്തിനുള്ള പ്രത്യേകത. AKG പാർട്ടി തീരുമാനം കണക്കാക്കാതെ അമരാവതി സമരത്തിന് പോയാൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ അത് ഏറ്റവും കൂടുതലാണ്. AKG ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന അതാണ്. അത് കോൺഗ്രസ്സുകാരവിടെ സമരം, കോൺഗ്രസ്സുകാർ സമരം നടത്തുക. കോൺഗ്രസ് തന്നെ അവിടെ കോൺഗ്രസ് ഉള്ളൂ. ഈ മലയോര ആളുകൾ അവർ സമരം നടത്തുന്നു. അവർ ഇടുക്കി പദ്ധതി ഒഴിപ്പിക്കുന്നുകൊണ്ടാണ് സമരം നടത്തുന്നത്. AKG അവിടെ ചെല്ലുന്നു. ഇന്നും AKG അമരാവതി സമരത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ്. അദ്ദേഹം കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഭൂമിയിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ടാൽ അവരുടെ കൂടെയാണ് ഞാൻ, ഭൂമിയിൽ നിന്ന് കുടിയൊഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ AKG. അതാ ഞാൻ പറഞ്ഞത്. അതിൽ കക്ഷി രാഷ്ട്രീയം ആവാം, അല്ല കക്ഷി രാഷ്ട്രീയം ഇലക്ഷൻ ആവാം, പക്ഷേ കക്ഷി രാഷ്ട്രീയം പരിസ്ഥിതി സാമൂഹ്യ വിഷയങ്ങളിൽ വരാൻ പാടില്ല. സമീപകാലത്തേക്ക് ഒരു വലതിലേക്ക് ഒരു ചായ്വ് ഉണ്ടോ? ശരിക്കും തീർച്ചയായിട്ടും ഉണ്ടല്ലോ, ഒരുപാടുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് CR-ന് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു എനിക്ക് വലതോ ഇടതൊന്നുമില്ല. ഞാൻ വളരെ ഓരോ കാര്യത്തെയും അതിൻ്റെ രീതിയിൽ കാണുന്ന ഒരാളാണ്. എനിക്കെന്തിനാ വലതുപക്ഷം? ആരവിടെ ഇടതുപക്ഷം? പിണറായി വിജയനാണോ? CPM ആണോ ഇടതുപക്ഷം? കംപ്ലീറ്റ് വലതുപക്ഷവൽക്കരിക്കപ്പെട്ട പാർട്ടിയല്ലേ എല്ലാത്തിലും. ഏതിലവിടെ ഇടതുപക്ഷമുള്ള ഏത് കാര്യത്തിൽ അവർ ഇടതുപക്ഷം നിലപാടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഈ വെറുതെ വലുതെന്ന് പറഞ്ഞ പേരെഴുതി ഒട്ടിച്ചിട്ട് കാര്യമില്ല. അവിടെയാണല്ലോ VS-ഉമായിട്ട് പിണറായി തെറ്റിയത്. എന്താ VS-ഉം പിണറായി തമ്മിലുള്ള വൈരുദ്ധ്യം? ഈ വ്യതിയാനം തന്നെ. എന്താ MN വിജയൻ മാഷ് പറഞ്ഞേ? ഈ വ്യതിയാനം തന്നെയാണ്. കുതിരാൻ CR ഒരുപാട് എതിർത്തതാണ്. അതിപ്പോ ഒരുപാട് കുതിരാനെ ഞാൻ എതിർത്തിട്ടില്ല. കുതിരാനിൽ അങ്ങനെ ഒരു നിലപാടേ എടുത്തിട്ടില്ല. അപ്പൊ കുതിരാൻ വരണമെന്നായിരുന്നോ വരണ്ടെന്നായിരുന്നോ നിലപാട്? നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഒരു റോഡ് ഉണ്ടാക്കുന്നു, ഞാൻ ഒരു റോഡ് ഉണ്ടാക്കുന്നതിനും എതിരല്ല. കൊച്ചിയിൽ മെട്രോ വന്നപ്പോൾ നമ്മൾ എതിർത്തില്ല. വയനാട് തുരങ്കപാത പഠിക്കണം കൂടുതൽ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും അതിന്റെ പഠനം പൂർണ്ണമായിട്ടില്ല. പ്രത്യേകിച്ചും വയനാട്. നാളെ ഒരു ദുരന്തമുണ്ടായാൽ പിന്നെന്ത് സംഭവിക്കും? അത് ഒരു വാശിക്ക് ഞാനതാ പറഞ്ഞേ, പ്രകൃതിയോട് നിങ്ങൾ വാശി കാണിക്കരുത്. പ്രകൃതിയോട് വാശിയില്ല. കുതിരാനില്ല പ്രശ്നം ഇല്ലാന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല. കുതിരാനിലും ഉണ്ടായിക്കൂടാന്നുമില്ല. പക്ഷെ കുതിരാൻ പോലെയല്ല വയനാട്. കുതിരാൻ രണ്ട് ടെറൈനാണ്.
കുതിരാനെ സംബന്ധിച്ചിടത്തോളം കയറ്റമില്ല, താഴെ കൂടിയാണ്. ഇതല്ല. ഇത് വയനാട് എന്ന് പറയുന്നത് കുതിരാനേക്കാളും എത്രയോ സെൻസിറ്റീവ്. വയനാട് കുതിരാനിൽ ഉണ്ടാവില്ല എന്നല്ല. ഇപ്പം ഞാൻ ചോദിക്കണേ, അതുപോലെ ഒരു ഉരുൾപൊട്ടൽ കുതിരാനിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഇത്രയും വലിയ ചൂരൽമലയും മുണ്ടക്കൈയും അതിന് മുമ്പുള്ള കവളപ്പാറയും ഒക്കെ, അല്ലെങ്കിൽ കവളപ്പാറ ഇപ്പുറത്താണ് എങ്കിൽ പോലും വയനാട് മലയുടെ തന്നെയാണ്. ആ ഉരുൾപൊട്ടൽ വയനാട് സെൻസിറ്റീവാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ സെൻസിറ്റിവിറ്റി, ഞാൻ തുരങ്കം ഉണ്ടാവണോ എന്നല്ല ചോദ്യം. ഒന്നും ബൈനറി ചോദ്യം വേണ്ട. ഇത് വേണോ ഇത് വേണ്ടയോ എന്നല്ല. ഇതുണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണ്? ഇപ്പോൾ ഒരു ഡോക്ടർ എന്നിട്ട് ഈ മരുന്ന് കഴിക്കോ കഴിക്കില്ലയോ എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ രോഗത്തിന് ഈ മരുന്നാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ രോഗത്തിന് ആ മരുന്നെന്നല്ല ഡോക്ടർ ചികിത്സിക്കുന്നത്, സയൻറ്റിഫിക്കാണ്. ഇന്ന് കേരളം പാരിസ്ഥിതികമായി വളരെ ദുർബലമായൊരു സ്ഥലമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം വളരെ ഉയർന്ന പശ്ചിമഘട്ടവും ഇങ്ങേറ്റത്ത് അറബിക്കടലും അതിനിടയിലുള്ള ചെറിയൊരു സ്ട്രിപ്പും അതിൻ്റെ വലിയ സ്ലോപ്പും വലിയ തോതിൽ പാറകളിൽ മണ്ണ് തമ്മിലുള്ള ഖനനവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഹെവി റെയിൻ സാധ്യതയും ഇതെല്ലാം കാണുമ്പോൾ കേരളം വളരെ വൾണറബിളാണ് എന്ന് ഇപ്പോഴൊന്നും അല്ലല്ലോ. ഇപ്പം ഗാഡ്ഗിലൊക്കെ പഠിക്കുന്ന പഠനങ്ങളൊക്കെ ഉണ്ടല്ലോ. വളരെ വൾണറബിളാണ് കേരളം. അത് കണക്കിലെടുക്കണം. ഞാൻ പറഞ്ഞതാ, ഒരാളോട് നിങ്ങൾ 5 കിലോ എടുക്കാൻ പറയുമ്പോൾ അയാൾക്ക് 5 കിലോ പൊക്കാൻ പറ്റുമെന്ന് അറിയണ്ടേ? ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. അവിടെയാണ് പ്രശ്നം. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, കേരളിൻ്റെ കാര്യം. ഞാൻ കേരളിനെ എതിർത്ത ഒരു കാര്യം പറയും. ഇപ്പോൾ ദേശീയപാതയുടെ ഒറ്റ കാര്യം നോക്കിയാൽ മതി, എന്തുകൊണ്ടാണ് കേരളയിൽ തെറ്റായിരുന്നു എന്ന് പറയാം. ദേശീയപാതയിൽ എവിടെയൊക്കെ നിങ്ങൾ ചുമരുണ്ടാക്കിയോ അത്രയൊന്നുമില്ല, കേരളത്തിൻ്റെ അത്ര ഉയരമൊന്നുമില്ല അതിന്. എന്നാൽ പോലും അവിടെയൊക്കെ ഇപ്പോൾ പ്രശ്നമുണ്ട്. കാരണം അത് 300 കിലോമീറ്ററാണ് മറ്റേ കേരളയിൽ ഇതുപോലെയുള്ള മതിൽ വരാൻ പോകണം. 300 കിലോമീറ്റർ കേരളത്തിന് എക്രോസ്. എന്തായിരിക്കും കേരളത്തിൻ്റെ മഴ പെയ്താൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? ഇത് പറഞ്ഞാൽ നിങ്ങൾ കേരളയിൽ നിന്നുള്ള സാധനം വേണോ വേണ്ടോ എന്നല്ല ചോദ്യം. കേരളത്തിൽ എങ്ങനെയാണ് റെയിൽ ഗതാഗതം വേണ്ടത് നമുക്ക് ചർച്ചിക്കാം. ഞാൻ വേറെ എളുപ്പപ്പണി പറയാം. കേരളത്തിൽ 10 മിനി എയർപോർട്ട് വന്നാൽ മിനി എയർപോർട്ടുകൾ സ്ഥലമുണ്ടോ കേരളത്തിൽ? ഓരോ ജില്ലയിലും ഒരു എയർപോർട്ട് ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ഈ കേരളത്തിനേക്കാൾ വേഗത്തിലെത്താലോ. ലോകത്ത് പല സ്ഥലത്തും ഉണ്ടങ്ങനെ മിനി എയർപോർട്ടുകൾ ഉണ്ടെങ്കിൽ എന്താ ഗുണം? ചാർട്ടേഡ് ഫ്ലൈറ്റ് വെച്ച് സിൽവർ ലൈൻ വരുന്നതിനോട് എന്താ അഭിപ്രായം? അതിൽ സിൽവർ ലൈൻ ഞാൻ പറഞ്ഞു വരണ്ട എന്ന് തന്നെയാണോ? ഈ രൂപത്തിൽ കേരളത്തിൽ അതിവേഗ റെയിൽ വരാൻ പറ്റില്ല. ഒരു പ്രപ്പോസൽ നമ്മൾ DPR വെച്ച് എതിർത്തത്. വന്നു കഴിഞ്ഞാൽ CR അതിനകത്ത് യാത്ര ചെയ്യോ? അതൊന്നും വിഷയമല്ല. ചിലപ്പോൾ എനിക്ക് എവിടെ എന്നെ എടുത്തുകൊണ്ടോ എനിക്ക് പറയാൻ പറ്റുമോ? ഇത് ഒരു സ്ഥാനത്തിൽ വന്നാൽ യാത്ര ചെയ്യോ? ഈ ചോദ്യം ബൈനറിയാണ്. ഞാൻ പറഞ്ഞ അതല്ല ചോദ്യം. ഞാൻ ഉണ്ടാവുമോ അത് വരുമ്പോൾ? അതും ഇപ്പൊ ചോദ്യമല്ല. ചോദ്യം അതല്ല. ഈ സാധനം കേരളത്തിന് താങ്ങാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. കേരളത്തിന് ഇത് താങ്ങാൻ പറ്റുമോ? അതാരാ നിശ്ചയിക്കണേ? അത് പഠിക്കണം. അതിനാണ് പഠിക്കണേ. അത് നമ്മൾ പഠിച്ചത്. അതിനാണ് ചോദിച്ചത്. ഇപ്പോൾ കേരളത്തിലെ വാട്ടർ ഫ്ലോ, കേരളത്തിലെ മണ്ണ്, അതിൽ നമ്മൾ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. ഒന്ന്, സാമ്പത്തികമായി കേരളത്തിന് താങ്ങാൻ പറ്റുമോ? 2 ലക്ഷം കോടിയോ 3 ലക്ഷം കോടിയോ രൂപയൊക്കെ മുടക്കിയിട്ട് അതിന് കിട്ടുന്ന വരുമാനം എത്രയായിരിക്കും? നമ്മുടെ പല സ്ഥാപനങ്ങളും അങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതിനുള്ള വരുമാനം ഇവിടെ. ഇപ്പോൾ കൊച്ചി മെട്രോ വന്നപ്പോൾ നമുക്ക് ആ സംശയം ഉണ്ടായില്ല. കൊച്ചി മെട്രോ ഇത് വികസിക്കും തോറും കൊച്ചി മെട്രോ ലാഭകരമാവും. നമുക്കറിയാം. കാരണം കൊച്ചിയിൽ മെട്രോ ആവശ്യമുണ്ട്. അത് കൊച്ചി ഒരു സബർബൻ തിരുവനന്തപുരത്ത് മെട്രോ വന്നു ഞാൻ എതിർക്കൊന്നുമില്ല. കോഴിക്കോട് മെട്രോ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ എതിർക്കില്ല. കാരണം അത് സബർബൻ ട്രാൻസ്പോർട്ട്. അപ്പോൾ തൃശ്ശൂർ എവിടെയായിരുന്നു മെട്രോ നമ്മൾ പറയുന്നില്ല. പക്ഷെ മെട്രോ ഇങ്ങനെയല്ലായിരുന്നു വരേണ്ടതെന്ന് ഇപ്പോഴും എനിക്ക് അഭിപ്രായമുണ്ട്. ഈ മെട്രോ യഥാർത്ഥത്തിൽ അത് വേറൊരു വിഷയമാണ്. ഈ മെട്രോ വരേണ്ടിയിരുന്നത് മറ്റേ ഇതിനടുത്ത് കൂടിയാണ്, മറൈൻ ഡ്രൈവിൽ കൂടിയാണ്. കാരണം ഈ മെട്രോയുടെ ലക്ഷ്യം എന്താ? നഗരത്തിലേക്ക് വരുന്ന കാറുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത്. ബസ്സിൻ്റെ എണ്ണം കുറയ്ക്കലല്ല മെട്രോയുടെ ലക്ഷ്യം. കാറുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരു കാറിൽ ഒരാളോ 2 ആളോ വരുമ്പോൾ അതുണ്ടാക്കുന്ന ട്രാഫിക് ജാം, അതുണ്ടാക്കുന്ന പൊല്യൂഷൻ, അത് മറ്റു പ്രശ്നങ്ങൾ, അത് കുറയ്ക്കുക. ലോകത്ത് അങ്ങനെയാണ്. അർബൻ ട്രാൻസ്പോർട്ട് പ്ലാനിങ് എന്തിനാണ്? കാറുകളുടെ എണ്ണം കുറയ്ക്കാണ്. കാറുകളുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ കാറ് വരുന്ന എവിടെയാണെന്ന് നോക്കണം. ഹൈക്കോടതിയില്ല. എൻ്റെ കണക്കനുസരിച്ച് ഞാനൊരു സർവേ നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാറുകൾ വരുന്ന സ്ഥലങ്ങളിലൊന്ന് ഹൈക്കോടതിയാണ്. 2ാമത് മറൈൻ ഡ്രൈവാണ്. 3ാമത് ചെറിയ മറ്റേ കോടതി. ആ ഏരിയ മുഴുവൻ കാറ് വരുന്നത്. MG റോഡിലല്ല കേരളത്തിൽ കാറ് വരുന്നത്, ഈ എറണാകുളത്ത് കാറ് വരുന്നത്. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ വഴി വരണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഈ വഴി വരണം, അതാണ് അതിന് ശരി. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിലെ കാലത്ത് അത് നടപ്പാക്കിയില്ല. അത് വേറെ ചെയ്യാൻ പറ്റും. ഇപ്പം നടപ്പാക്കിയിരുന്നെങ്കിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ നിങ്ങൾക്ക് സ്റ്റേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറയുന്നു ഇവിടുത്തെ ജഡ്ജിമാരും വക്കീൽമാരും അടക്കം വലിയൊരു സംഘം അതിലൊന്ന് ഇറങ്ങുമായിരുന്നു, കക്ഷികളടക്കം. കാരണം എന്താ? അവർക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, സുപ്രീം കോടതിയിലൊക്കെ ചെയ്യുന്നുണ്ട്, അവർക്ക് വരാം. അങ്ങനെയാണ്. അതാണ് പ്ലാനിങ്. അതുകൊണ്ട് ഞാൻ മെട്രോയെ എതിർത്തു എന്നല്ല എൻ്റെ അർത്ഥം. ഏത് പ്രോജക്റ്റ് ഇപ്പോൾ കേരളത്തിൽ അതിവേഗ റെയിൽ, കേരളത്തിൽ സ്പീഡുള്ള റെയിൽ വരുന്നതിന് എനിക്കൊരു വിരോധമില്ല. അതെങ്ങനെ വരണം? അത് താങ്ങാൻ പറ്റുന്നതാണോ? നിലനിൽക്കുന്നതാണോ? പാരിസ്ഥിതികമായി നിലനിൽക്കുന്നതാണോ?
ഇപ്പോൾ ഇവർ സ്റ്റാൻഡേർഡ് ഗേജിൽ കൊണ്ടുവരാൻ നോക്കി. സ്റ്റാൻഡേർഡ് ഗേജിൽ റെയിൽവേ കൊണ്ടുവന്ന് ഞാൻ എതിർക്കും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ 2 പുതിയ റെയിൽപാത ഉണ്ടാക്കും. മറ്റ് റെയിൽപാതകളുമായിട്ട് ബന്ധപ്പെടണ്ടേ? അല്ലാതെ അത് മാത്രം ഇങ്ങനെ പോളിക്കട്ട് പോകാൻ പറ്റുമോ? നേരെ മറിച്ച് 4 ലൈൻ, നിങ്ങൾക്ക് 2 പുതിയ ലൈൻ ഉണ്ടാക്കിക്കോ. നമ്മൾ പറഞ്ഞു അത് ചെയ്തോ, ബ്രോഡ് ഗേജ് ഉണ്ടാക്കിക്കോ. ഇതിന് സ്റ്റാൻഡേർഡ് ഗേജ് വേണം നിർബന്ധം എന്താ? അപ്പോൾ ആദ്യം നമ്മൾ ഇതൊക്കെ നുണയാണ്, അതാണ് പ്രശ്നം. DPR തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. DPR രഹസ്യരേഖയാന്ന് പറഞ്ഞു. അവസാനം DPR തന്നു. ഇത് സ്റ്റാൻഡേർഡ് ഗേജിലേ പറ്റുമെന്ന് പറഞ്ഞു. അല്ല, ബ്രോഡ് ഗേജിൽ പറ്റും എന്ന് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ തെളിയിച്ചു. ബ്രോഡ് ഗേജിൽ വന്നുള്ള ഗുണം എന്താ? ഇതിലേതെങ്കിലും ഒരു റെയിൽപാള പോയാൽ ഈ വണ്ടി അതിലേ വിടാം, നമ്മൾ സാധാരണ വണ്ടിയും വിടാം. ഇപ്പം ബോംബെയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഫാസ്റ്റ് ട്രാക്കും 2 സ്ലോ ട്രാക്കും ഉണ്ട്. സ്ലോ ട്രാക്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫാസ്റ്റ് ട്രാക്കിലേക്ക് മാറ്റി വിടാൻ വണ്ടി. അത് ഒരേ ട്രാക്കാണ്. ഇത് സ്റ്റാൻഡേർഡ് ഗേജിലാണ് വന്നത്, ചെറുതാണ്. സ്റ്റാൻഡേർഡ് ഗേജ് പറ്റില്ല. ഇപ്പോൾ മെട്രോ വന്ന സ്റ്റാൻഡേർഡ് ഗേജില്ല, എനിക്ക് കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, മെട്രോ വേറെ റെയിലേക്ക് കണക്ഷനൊന്നുമില്ല. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ മതി, സബർബൻ ട്രാൻസ്പോർട്ടാണ്. പക്ഷേ മെട്രോ അല്ല ഇൻ്റർസിറ്റി ട്രാൻസ്പോർട്ട്. കേരളത്തിൽ നടക്കുമോ? അപ്പോൾ ഇത് ടെക്നിക്കലി നിരവധി ചോദ്യം. ഞാൻ മാത്രമൊന്നുമല്ല, ഇതിന് വേണ്ട മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും? ഞങ്ങൾ അതിന് മെറ്റീരിയൽ കണക്കാക്കി. കേരളത്തിൽ ഇത് പണിയാൻ വേണ്ട, ഇവർ പറഞ്ഞ കണക്കാണെങ്കിൽ പണിയാൻ വേണ്ട മെറ്റീരിയൽ കിട്ടില്ല. ഇല്ല, കേരളത്തിൽ നല്ല ഒരു സ്ഥലത്തും കിട്ടില്ല. എവിടെ നിന്ന് കൊണ്ടുവരും? തമിഴ്നാട്ടിൽ നിന്ന് കല്ല് കൊണ്ടുവരും. പ്രശ്നം ഞാൻ പറഞ്ഞ് അവസാനം പണി കുറേ ദൂരം പണിയും പിന്നെ കുറേ പണിയാണ്ട് കിടക്കും. നമ്മുടെ നാട്ടിൽ എത്ര ഫ്ലൈ ഓവറുകൾ വർഷങ്ങളായി പണിയാണ്ട് കിടന്നുണ്ട്, പലപ്പോഴും അങ്ങനെ കിടക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് സാമ്പത്തികമായി, സാമൂഹ്യമായി, പാരിസ്ഥിതികമായി നിലനിൽക്കുന്ന രീതി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനാ തോന്നിയമാതിരി ഡെവലപ്മെൻ്റ് അല്ല. സസ്റ്റൈനബിൾ ആ ഡെവലപ്മെൻറ്റ് കേരളത്തിന് പ്ലാനിങ് ചെയ്യാൻ പറ്റും. അത് പിണറായി വിജയൻ ഇരുന്നാലോ, ഉമ്മൻചാണ്ടി ഇരുന്നാലോ, രമേശ് ചെന്നിത്തല ഇരുന്നാലോ, അല്ലെങ്കിൽ സതീശൻ ഇരുന്നാലോ, ഇനി വേറെ ആരെങ്കിലും ഇരുന്നാലോ ഒന്നും അതിൽ ബന്ധമില്ല. അതുകൊണ്ടാണ് 5 കൊല്ലം കഴിയുമ്പോൾ ഇത് ഗവൺമെൻറ് 5 കൊല്ലം കൊണ്ട് പോകും. പക്ഷേ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് 500 കൊല്ലത്തേക്ക് ചിലപ്പോൾ കേരളത്തിലുണ്ടാവും. സിആറിനെ കുറിച്ച് ഒരു വേറെ ആരോപണം എന്ന് പറഞ്ഞാൽ സിആർ പരിസ്ഥിതിയെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നു. ഒരു പരിസ്ഥിതി പ്രവർത്തകന് അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടതുണ്ടോ? പരിസ്ഥിതി എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു സാധനമല്ല. ഇന്നിപ്പോൾ ഞാൻ വെറുതെ പരിസ്ഥിതി പറഞ്ഞാൽ പൊളിറ്റിക്കൽ അല്ലാതെ നിങ്ങൾക്ക്, ഞാൻ പൊളിറ്റീഷ്യനാണ് എല്ലാ കാലത്തും. പരിസ്ഥിതി പ്രവർത്തകർക്ക് ഞാൻ പിന്നെയാവുന്നതാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. ഞാൻ മാർക്സിസ്റ്റ് വിശകലന രീതി പഠിച്ചു വന്നു വളർന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് എന്താ ഇതിൻ്റെ ഇമ്പാക്റ്റ് അല്ലേ പ്രശ്നം? ഒരു വിഷയത്തിൻ്റെ പരിസ്ഥിതി നാശം ഉണ്ടാവണോ, ഒരു പൂവില്ലാണ്ടാവണോ, പുഴയില്ലാണ്ടാവണോ എന്നുള്ളതല്ല. അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്? 1, അത് പൊളിറ്റിക്കലാണ്. 2, ഇത് നടപ്പാക്കുന്നത്, പോളിസി നടപ്പാക്കുന്ന ആരാ? പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അപ്പോൾ അവരുമായിട്ടല്ലേ നമുക്ക് അടി ഉണ്ടാക്കേണ്ടി വരിക. അതിപ്പോൾ ഏത് ഗവൺമെൻറ്റായാലും അടി ഉണ്ടാക്കേണ്ടി വരും. മോഡി ആണെങ്കിലും പിണറായി ആണെങ്കിലും സതീശനാണെങ്കിലും നാളെ വേറെ ആണെങ്കിലും അടി ഉണ്ടാക്കേണ്ടി വരും. കാരണം എന്താ? പൊളിറ്റിക്കൽ സിസ്റ്റം നടപ്പാക്കണേ. അതുകൊണ്ട് പൊളിറ്റിക്കൽ അല്ലാതെ നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ പ്രവർത്തനം നടത്താൻ പറ്റില്ല. മറ്റെന്ത് പരിസ്ഥിതി പ്രവർത്തനം? ജൂൺ 5 മരം നടല്ലോ. എനിക്കിഷ്ടമല്ലാത്ത കാര്യം അത്. ജൂൺ 5 മരം നട്ടിട്ടൊരു കാര്യമില്ല. എല്ലാ വർഷവും ഒരു കുഴിയിലാണ് ജൂൺ 5 മരം നടന്നത്. മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? ആ കുഴി മാറിപ്പോ. അതും അങ്ങനെ പരിസ്ഥിതി പ്രവർത്തനം കൊണ്ടൊരു കാര്യമില്ല. പരിസ്ഥിതി പ്രവർത്തനം പരിസ്ഥിതി അല്ല പ്രവർത്തിക്കുന്നത്, സമൂഹത്തെ സംരക്ഷിക്കുന്നു. പലപ്പോഴും ഈ പരിസ്ഥിതിയും വികസനവും തമ്മിൽ എപ്പോഴും ഡിബേറ്റബിൾ ആണല്ലോ. താങ്കളാണെങ്കിൽ വികസന വിരോധിയായിട്ടാണ് താങ്കളെ പലപ്പോഴും ആളുകൾ ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പം ഇതൊരു വിരോധാഭാസം അല്ലേ സത്യത്തിൽ? അതായത് ഇപ്പൊ താങ്കൾ പറയുന്ന സൗകര്യപ്രദമായ പല പദ്ധതികളും, ഈ പറയുന്ന പല പദ്ധതികളും നമ്മൾക്ക് പ്രയോജനകരമാണ്, പലതും ആവശ്യവുമാണ് നമുക്ക്. അപ്പം ഇത് എല്ലാ കാലത്തും ഈ ഡിബേറ്റബിൾ ഉണ്ടായിട്ടുണ്ട്. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള ഒരു ഈക്വൽ പ്രൊപ്പോർഷൻ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രയോജനകരമായ കാര്യങ്ങളെ ആ രീതിയിൽ എടുക്കേണ്ടതല്ലേ? അതിനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊരു സങ്കല്പം UN തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം. എന്തായിരിക്കണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത് പഠിക്കണം. അത് പഠിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സസ്റ്റൈനബിൾ ഒന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന കാര്യം, ഞാൻ ചർച്ച ചെയ്യുന്നതല്ല. UN തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറയുന്നു. 1, ഇത് അതാണ് ഞാൻ ചോദിച്ചത്, പരിസ്ഥിതിക്ക് താങ്ങാൻ കഴിയുന്നതാണോ? ഇത് നിലനിൽക്കുന്നതാണോ? ഇത് തകരാറുണ്ടാക്കോ? ഇത് ജനങ്ങൾക്ക്, ഇത് പരിസ്ഥിതി മാത്രമല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചൂരൽ മലയിലെ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ ഒരു പരിസ്ഥിതി പ്രശ്നമല്ല, അല്ലല്ലോ? അല്ല. ഒരു പുഴയുടെ നാശം പരിസ്ഥിതി പ്രശ്നമല്ല. മലിനീകരണം പരിസ്ഥിതി പ്രശ്നമല്ല. കാരണം പരിസ്ഥിതി അതിൻ്റെ ഒരു അനലിറ്റിക് മെത്തേഡ് മാത്രമാണ് പരിസ്ഥിതി. പക്ഷെ അത് ഇമ്പാക്ട് ഇപ്പം ആർക്കും കുഴപ്പമില്ലാത്തൊരു മരുഭൂമിയിൽ കൊണ്ടുപോയി ആരെങ്കിലും വിഷമിട്ട് ആരെങ്കിലും പറയുമോ പരിസ്ഥിതി പ്രശ്നം? ആരും പഠിക്കാൻ തന്നെ പോകില്ല. കാരണം അത് ആരെ നേരിട്ട് ഇമ്പാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട്. ഇമ്പാക്ട് ചെയ്യപ്പെടുമ്പോഴാണ് പ്രശ്നം. ഇമ്പാക്ട് ചെയ്യപ്പെടുന്ന ജനങ്ങളാണ് സമരത്തിൽ വരുന്നത്. ഇപ്പം പരിസ്ഥിതി സമരങ്ങളല്ല ഉള്ളത്. ഞാൻ അതാണ് എപ്പോഴും പറയുന്നത്. ഇപ്പം ജനകീയമായ രാഷ്ട്രീയ സമരങ്ങളാണ് നടക്കുന്നത്.
അവിടെയും സിആറിനെ കാണുന്നു ജനകീയമായ രാഷ്ട്രീയ സമരങ്ങൾ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വിളിക്കുമ്പോൾ നഴ്സിംഗ് സമരത്തിലായിരുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്, ആ പരിസ്ഥിതി സമരങ്ങളിലേക്ക് മാറി ജനകീയ സമരങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ അല്ല. പരിസ്ഥിതി സമരവും ഞാൻ പറഞ്ഞ അതാണ് പറഞ്ഞത്, ജനങ്ങളുടെ പ്രശ്നം പരിസ്ഥിതിയുടെ നാശം കൊണ്ടായാലും മാനേജ്മെന്റിന്റെ പ്രശ്നം കൊണ്ടായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോലീസ് പീഡനം കൊണ്ടായാലും ഇതൊക്കെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ തന്നെയല്ലേ. ഞാൻ ലെവലിൽ പറഞ്ഞു, ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകൻ, ഞാനൊരു പൊളിറ്റീഷ്യനാണ്, പാർട്ടി പൊളിറ്റീഷ്യനല്ല. എനിക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇവർ കാണുന്നത് അതിൽ കക്ഷി രാഷ്ട്രീയം വരാൻ പറ്റില്ല. അതൊരു ഘട്ടത്തിൽ അതെന്താ കാര്യം എന്നറിയോ, ഇന്ത്യയിൽ അങ്ങനെ ഒരു പരീക്ഷണം കുറച്ചു കാലം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അത് വേറൊരു വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയാണെന്നും പരീക്ഷണം ഒരു ലോകത്ത് മുഴുവൻ ഉണ്ടായല്ലോ അങ്ങനത്തെ ഒരു മൂവ്മെന്റ്. ഇപ്പോൾ ഈ എന്താ പറയുക മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ പോലെ വിപ്ലവം ലോകത്തിന് പല ഭാഗത്തും ഉണ്ടായി. ഇപ്പോൾ നേപ്പാളിൽ അവരുടെ പുതിയ ഗവൺമെന്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അന്നൊരു പ്രതീക്ഷ, എനിക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഇബ്കർ പ്രകാരത്തിൽ നേരിട്ട് കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത ഒരുപാട് പേർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത് ഒരു പുതിയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കും, ഇതൊരു ജനകീയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയൊക്കെ 2 കൊല്ലം കൊണ്ട് തീർന്നു. കാരണം അത് അങ്ങനെയല്ല, അത് സാധാരണ രാഷ്ട്രീയ പാർട്ടി തന്നെയാണെന്ന് വന്നപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൻ്റെ ഹയറാർക്കിയിലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല പാർട്ടിക്ക് നിലപാടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ നിലപാട് മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിയാണ്. ഇപ്പോൾ പ്ലാച്ചിമടയിൽ കൊക്കോകോള വേണമെന്നാണ് എൻ്റെ പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ എനിക്ക് പ്ലാച്ചിമടയിൽ കൊക്കോകോള വേണ്ടെന്ന് എൻ്റെ നിലപാട്. പാർട്ടി നിലപാടിലോട്ട് തിരുത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ തിരുത്തില്ല. കാരണം അതെൻ്റെ കൃത്യമായ ബോധ്യമാണ്. ഈ സമരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ സമരത്തിന്റെ മെറിറ്റ് കൂടി നോക്കിയിട്ടാണോ? 100%. ഞാൻ പഠിക്കാതെ ഒരു സമരത്തിൽ ഇടപെട്ടിട്ടില്ല. ഞാൻ അതിൻ്റെ മുഴുവൻ പരമ്പരായും ഇപ്പം നഴ്സിംഗ് സമരം ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ 15 കൊല്ലം മുമ്പ് നഴ്സിംഗ് സമരം തുടങ്ങുന്ന കാലത്ത് ഞാൻ അവരുടെ കൂടെ ഉണ്ട്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു സ്വകാര്യ ആശുപത്രികളിലെ നഴ്സസ്. വളരെ ബുദ്ധിമുട്ടിട്ട് ജീവിക്കുന്ന ആളുകളാണ്. വാളയാർ സമരത്തിൽ എന്താണ് സിആർ സംഭവിച്ചത്? വാളയാർ സമരത്തിൽ സിആർ പിണറായി വിജയന്റെ മുമ്പിൽ ആ അച്ഛനെയും അമ്മയും കൊണ്ട് നിർത്തുന്നു. അതിൽ വലിയൊരു മൂവ്മെന്റ് സിആറിന് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? വാളയാർ സമരത്തിൽ അച്ഛനെയും അമ്മയും കൊണ്ട് നിർത്തിയത് ഞാനല്ല, അത് പുന്നല ശ്രീകുമാർ എന്ന് പറയുന്ന KPMSന്റെ നേതാവാണ്. അദ്ദേഹം കൊണ്ടുപോയി കാല് പിടിപ്പിക്കുന്നു. എന്താ വാളയാർ യഥാർത്ഥ സംഭവിച്ചത്? ഞാൻ വാളയാർ സമരത്തിൽ ഇടപെടുന്ന എപ്പോഴാണെന്നറിയാം, 2017 ഈ കുട്ടികൾ കൊല്ലപ്പെടുന്നു. 19 ആ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിടുന്നു. 2 കുട്ടികൾ കൊല്ലപ്പെടുന്നു, ആ കേസിൽ എല്ലാ 2 ദളിത് കുട്ടികൾ കൊല്ലപ്പെടുന്നു, ആ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിടുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യമാണ്. കാരണം ഞാൻ ചെങ്ങറ മുതൽ മുത്തങ്ങ അടക്കമുള്ള മുഴുവൻ സമരങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ അന്ന് അറിയില്ല എന്താ സംഭവിച്ചത്, അത് പഠിക്കുകയാണ് നമ്മൾ. 2019 ഞാനത് പഠിക്കാൻ തുടങ്ങുന്നത്. പഠിച്ചപ്പോൾ അതിൽ പോലീസിൽ വലിയ അട്ടിമറിയുണ്ട്. ആ സമരത്തിൽ മറ്റേ പ്രശ്നത്തിൽ അവർ ഇടപെട്ടിട്ടില്ല. പോലീസ് വല്ലാതെ, ഹൈക്കോടതി പറഞ്ഞല്ലോ പോലീസ് വൃത്തികേടാ. അതിലിക്കാൻ വരാം. അച്ഛനും അമ്മയും പ്രതിയാന്നൊക്കെ ഉള്ളത് കേട്ടെ. ആ കേസിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടല്ലോ. അത് ആത്മഹത്യ ചെയ്താന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതിന് ഒരുപാട് തെളിവുകളുണ്ട് ആത്മഹത്യ ചെയ്തല്ല. അപ്പോൾ ആ കുട്ടികളെ കൊന്നതാര്, ആ കുട്ടികളെ പീഡിപ്പിച്ചതാര്, ആ കുട്ടികൾക്ക് ഈ അവസ്ഥ വന്നത് എന്തുകൊണ്ട്, അത് ആരാണ് കാരണക്കാർ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ കുട്ടികളെ പീഡിപ്പിച്ചതും കൊന്നതും അച്ഛനും അമ്മയല്ല. അച്ഛനും അമ്മയല്ലല്ലോ, അച്ഛനും അമ്മ ഇവിടെ ഇല്ലല്ലോ ഇവർ മരിക്കുമ്പോൾ. CBI അന്വേഷണത്തിന് CBI അന്വേഷണം ബോറാന്ന് ഞാൻ പറയും. CBI ഒരു കുറ്റപത്രം കോടതി തള്ളിക്കളഞ്ഞതാണ്. ഇപ്പൊ 2ാമത്തെ കുറ്റപത്രം എപ്പം നിൽക്കണേ, ആ കുറ്റപത്രം പോകും. അതിന് കാരണം എന്താ വെച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകിച്ചും ദളിത് വിഭാഗത്തിനടന്ന് ഏത് കേസാണ് ജയിച്ചിട്ടുള്ളത്, ഏത് കേസിലാണ് പ്രതി ശരിക്കും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? ഇപ്പോൾ വണ്ടിപ്പെരിയാർ, ഇപ്പോൾ ഇന്നലെ ഒരു കേസ് വന്നു. 6 വയസ്സായ കുട്ടി വണ്ടിപ്പെരിയാറിൽ പീഡനത്തിൽ കൊല്ലപ്പെട്ടു. വീട്ടിൽ എന്താണ് പറയുക, ജനലിൽ തൂങ്ങി. പ്രതിയെ വെറുതെ വിട്ടു. ഒരു കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ലിസ്റ്റുണ്ട്. കേരളത്തിൽ പോക്സോ അടക്കമുള്ള പോക്സോയുമായി ബന്ധപ്പെട്ട് പോക്സോ കേസുകളിൽ 10% പോലും കൺവിക്ഷൻ റേറ്റ് ഇല്ല. ഇവർ കൊല്ലപ്പെട്ടതാണല്ലോ. ഇത് മാത്രമല്ല, സൂര്യനെല്ലി മുതൽ നമ്മളിങ്ങോട്ട് എടുത്താൽ ഏത് സ്ത്രീപീഡന കേസിലാണ് യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? കന്യാസ്ത്രീ വരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അതിന് നമ്മുടെ അത് ഫൈറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നഴ്സുമാരുടെ സമരത്തിൽ ചെയ്ത പോലെ, അല്ലെങ്കിൽ കന്യാസ്ത്രീ സമരത്തിൽ ചെയ്തതുപോലെ, അല്ലെങ്കിൽ സിനിമാ നടിയുടെ സമരത്തിൽ ചെയ്തതുപോലെ, അതാണ് സമൂഹത്തിൽ സമരം എന്ന് പറയുന്നത്. സമൂഹത്തെ മാറ്റാനാണ് സമരം. അതാ ഞാൻ പറഞ്ഞ നേരത്തെ പുന്നപ്ര വയലാർ സമരം വിജയിച്ചോ എന്നല്ല, പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഇഫക്റ്റാണ് 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി മന്ത്രിസഭ വന്നത്. ഒരു സമരം അങ്ങനെയാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല, അപ്പം റിസൾട്ടില്ല. ഓരോ സമരവും സമൂഹത്തെ മുമ്പോട്ട്. വാളയാറിലെ കേസ് എന്താ? വാളയാറിൽ എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല, ഈ 2 കുട്ടികളെ കൊന്നതാര്, പീഡിപ്പിച്ചതാര്? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ
ബാക്കി അമ്മ പ്രതിയാണോ അച്ഛൻ പ്രതിയാണോ, വളരെ ബോധപൂർവം. അതിലൊക്കെ വേറെ ഒരുപാട് കളികളുണ്ട്, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഹൈക്കോടതിയിൽ ആ കേസ് ഇപ്പോൾ കുറ്റപത്രം ഇപ്പോൾ തള്ളും, ആ കുറ്റപത്രം തള്ളും, അതിന് വിചാരണയൊന്നും ആയിട്ടില്ല, അത് എവിടെയോ കിടക്കുകയാണ്. ഇത് വളരെ കൃത്യമായി പാർട്ടി പൊളിറ്റിക്സ് അവിടെ കളിച്ചു. പാർട്ടി പൊളിറ്റിക്സ് വളരെ ഭംഗിയായിട്ട് വന്നതോടുകൂടി നമ്മൾ ഇത്ര ചോദിച്ചുള്ളൂ, ഇത് പ്രതികൾ ശിക്ഷിക്കപ്പെടും, വണ്ടിപ്പെരിയാർ ശിക്ഷിക്കപ്പെടും, വാളയാർ ശിക്ഷിക്കപ്പെടും, എവിടെ ശിക്ഷിക്കപ്പെടും, എന്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെടാത്തത്? അത് ഉത്തരം പറയാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ടാണ്. നാളെ സതീശൻ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയായാലും ഞാനിത് തന്നെ പറയും. ഇവിടുത്തെ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമില്ലേ? CBI അന്വേഷണത്തിൽ വിശ്വാസമില്ലാതെ ഒട്ടും വിശ്വാസമില്ല. അവരുടെ കുറ്റപത്രം തള്ളിയല്ലോ, ആദ്യത്തെ കുറ്റപത്രം തള്ളി, ഇപ്പൊ രണ്ടാമത്തെ കുറ്റപത്രമാണ്. അതാണ് ഇവര് അമ്മയും അച്ഛനൊക്കെ ചേർത്ത്. അമ്മയും അച്ഛനും വീട്ടിൽ ആളെ വിളിച്ചു കയറ്റി, അതൊന്നും അല്ലല്ലോ വിഷയം ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ, ഒരു ക്രിമിനൽ കേസല്ലേ നടന്നിട്ടില്ലേ. അതിൽ അച്ഛനും അമ്മയും കൊന്നു എന്ന് അവർക്ക് പരാതിയില്ല, അച്ഛനും അമ്മയും പ്രേരിപ്പിച്ചു ഇതൊക്കെയാണ് ആത്മഹത്യാ പ്രേരണ. എന്തെന്ന് അച്ഛനും അമ്മയും പ്രേരണ, എന്താ അതിൻ്റെ കാര്യം? അതൊന്നും തെളിയിക്കാൻ അവർ പറഞ്ഞ ഒരു ഒറ്റ ഉദാഹരണം പറയാം. ഇവർ നേരത്തെ പറഞ്ഞില്ല, എല്ലാ പെൺകുട്ടികളുടെയും സ്ത്രീ പീഡനത്തിലുള്ള ഒരു പ്രധാന പരാതി എന്താ? അപ്പ പറഞ്ഞില്ല, പിന്നെ പറഞ്ഞു എന്നാ. നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ അപ്പ പറയാത്തതെന്ന്. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു അമ്മ നാട്ടുകാരോട് വിളിച്ച് പറയും, രാവിലെ വിളിച്ചിട്ട് അയ്യോ എൻ്റെ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയും. ഒരമ്മയും പറയില്ല. കോടതിയിൽ ഈ വിഷയം വന്നു, ഹൈക്കോടതി ഈ വിഷയം കൃത്യമായിട്ട് തള്ളി. ഹൈക്കോടതി ആ കേസ് തള്ളിയതിനെതിരെയുള്ള വന്ന് അപ്പീൽ വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞല്ലോ, ഏത് അച്ഛനും അമ്മയും പറയും, പ്രത്യേകിച്ചും എഴുത്തും വായന അറിയാത്ത ഏറ്റവും പിന്നോക്കമായ ദളിത് കുടുംബത്തിലെ ഒരു സ്ത്രീ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ല, അപ്പ പറഞ്ഞില്ല. മാത്രമല്ല 6 മാസം മുമ്പ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതിന് 6 മാസം കഴിയുമ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യും. 6 മാസം കഴിഞ്ഞിട്ട് ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ഡേറ്റും ആത്മഹത്യ ഡേറ്റും തമ്മിൽ 6 മാസത്തെ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ദുരൂഹമാണ്. കേസ് മാറ്റി കളയാനാണ് ശ്രമിക്കുന്നത്. അച്ഛനമ്മയും പ്രതിയാക്കിയാൽ പിന്നെ അതിന് സമരം പോലും ഉണ്ടാവില്ല. അതാണല്ലോ സമരം വന്നത് അമ്മയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടെ. അവർക്ക് എന്തിനാ അങ്ങനെ ആവശ്യപ്പെടേണ്ട കാര്യം? അവർക്ക് മിണ്ടാ വീട്ടിലിരുന്നാൽ പോലെ. അവരെന്തിനാ CBI അന്വേഷണം ആവശ്യപ്പെട്ടെ? അവരെന്തിനാ മുഖ്യമന്ത്രിയെ കാണാൻ പോയി വീണ്ടും അന്വേഷിക്കണം എന്ന് പറഞ്ഞത്? പ്രതികളെയൊക്കെ വെറുതെ വിട്ടപ്പോൾ അവരെന്തിനാ പോയത്? പ്രശ്നം ഇത് നമുക്ക് വളരെ എളുപ്പമാണ് സെൻസേഷണലൈസ് ചെയ്യാൻ. സെൻസേഷണലാക്കിയിട്ട് കാര്യമില്ല. ക്രിമിനൽ കേസാണ്. ഇപ്പോഴും കേരളത്തിൽ നോക്കിക്കോളൂ, കേരളത്തിൽ ഇപ്പോഴും വളരെ വിവാദം നിൽക്കുന്ന ഒരുപാട് സ്ത്രീ പീഡന കേസുകളുണ്ടല്ലോ. ഞാൻ വിചാരിക്കുന്നില്ല ഇതിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടും.